ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 32 അധ്യായമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ രൂബേന്യരും ഗാദ്യരും അവർ യോർദാൻ നദി കടക്കേണ്ട അതിന് ഇപ്പുറത്തുള്ള സ്ഥലത്ത്, അതായത് യോർദാൻ നദിക്ക് കിഴക്കുള്ള സ്ഥലത്ത് അവർ താമസിച്ചു കൊള്ളാം എന്ന് മോശയോട് പറഞ്ഞു. അപ്പോൾ അതിന് മോശ പ്രതികരിച്ചത് 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കോണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഒറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർണിയയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സു മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറ മുഴുവൻ എല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെ എല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്ത് ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി പോരില്ല. യോർദാൻ അക്കരയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല. യോർദാൻ ഇക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. മോശ ഇവരോട് പറയുന്നത്, ഇവരുടെ ഈ പ്രവൃത്തി ഇവരുടെ പിതാക്കന്മാർ നേരത്തെ ചെയ്തതിന് തുല്യമാണ്. എന്ന് വച്ചാൽ സംഖ്യാപുസ്തകം 13 അധ്യായത്തിൽ കാദേശ് ബർണിയിൽ നിന്ന് ദേശം ഒറ്റുനോക്കുവാൻ ആളുകളെ അയച്ചപ്പോൾ ഉണ്ടായ അതേ സംഭവം. അവർ മടങ്ങി വന്ന് ജനത്തിൻ്റെ മനസ്സിനെ അധൈര്യപ്പെടുത്തി. അതുകൊണ്ട് അവർ മത്സരിച്ചു, പുറപുറത്തു. അതുകൊണ്ട് വലിയ ദോഷമുണ്ടായി 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരയേണ്ടി വന്നു. അതേ കാര്യം നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മോശ പറയുന്നത്. ഇവർ ഇങ്ങനെ യോർദാൻ കടക്കണ്ട എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അവരാദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് ആടുമാടുകളുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ആടുമാടുകളായിരുന്നു വിഷയം. അവരുടെ സഹോദരങ്ങളായ മറ്റു 10 ഗോത്രങ്ങൾ, അവരെക്കുറിച്ച് അവർക്ക് വിഷയമില്ലായിരുന്നു. അവർ യുദ്ധത്തിന് പോയി അവർ തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും, അതവർക്ക് വിഷയമല്ലായിരുന്നു. ഇവരുടെ ആടുമാടുകളായിരുന്നു അവർക്ക് വിഷയം. മാത്രമല്ല, അവർ ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ഇപ്പോൾ കിട്ടിയ ഈ ദേശം ആദ്യം തന്നെ അങ്ങ് കൈവശമാക്കാം. യോർദാൻ അക്കരെ പോയി യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അത് അവിശ്വാസമാണ്. ഇത് തന്നെയാണ് കാദേശ് ബർണിയിൽ നിന്ന് പോയ 10 ഒറ്റുകാരും പറഞ്ഞത്. അവിടെ അനാക്കിയ മല്ലന്മാരുണ്ട്. ഒരുപക്ഷെ അവർ ഇപ്പോഴും അത് ഓർത്തിരിക്കുകയാണ്. 40 കൊല്ലം മുമ്പ് അവർ പറഞ്ഞ കാര്യം ഇവർ ഇപ്പോൾ ഓർത്തിട്ട് പറയണം, അവിടെ അനാക്കിയ മല്ലന്മാരുണ്ട്, അവരെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് കിട്ടിയ ദേശവും കൊണ്ടിരിക്കാം എന്നവർ ചിന്തിച്ചു. അപ്പോൾ അവരുടെ സ്വാർത്ഥതയാണ്. ദൈവം ഞങ്ങളെ ഇതുവരെ ജയിക്കുവാൻ അനുവദിച്ചു, നാളെ ദൈവം നമ്മളെ ജയിക്കുവാൻ അനുവദിക്കും, നമുക്ക് വിജയം കിട്ടുമെന്നതിന് എന്താണ് ഉറപ്പ്? പല ആളുകളും ദൈവം പണ്ട് ചെയ്ത കാര്യങ്ങളിൽ വിശ്വസിക്കും, എന്നാൽ ആ കാര്യങ്ങൾ ദൈവത്തിന് ഇനിയും ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല.
ദൈവം തൻ്റെ പുത്രനെ അയച്ചു, കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു യാഗമായി നമുക്ക് നിത്യ രക്ഷ നൽകി എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ പറയും, നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, സ്വന്തം കൈ നമ്മുടെ തലയ്ക്ക് കീഴേ ഇരിക്കണമെന്ന്. നമ്മുടെ കാര്യം നമ്മൾ നോക്കണം, ദൈവം നോക്കില്ല എന്ന മനോഭാവം. ഇതിനെല്ലാം പുറമെ മോശ പറഞ്ഞു, നിങ്ങൾ ഇവരെ അധൈര്യപ്പെടുത്തുകയാണ്. എന്നാൽ ഇങ്ങനെ ചെയ്താൽ, നിങ്ങൾ ഈ ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ ഉണ്ടാകുമെന്ന് മോശ പറഞ്ഞു. അങ്ങനെ അവരെ വോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ, മോശ അവരെ വോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ യോർദാനക്കര വരും, യുദ്ധം ചെയ്യാൻ വരും. അപ്പോൾ യോർദാനക്കര പോകാൻ അവർക്ക് മനസ്സിലായിരുന്നു. മോശ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ പോയി ദേശം കൈവശമാക്കി മറ്റുള്ളവരോടുകൂടെ യുദ്ധം ചെയ്തു മടങ്ങി വന്നു. അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. പുൽപ്പുറമായിരുന്നു ഇവർ കണ്ട സ്ഥലം, അതവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പുൽപ്പുറത്തിനൊരു കുഴപ്പമുണ്ട്, അവിടെ വലിയ മരങ്ങൾ വളരില്ല. അത് കാരണം മണ്ണിന് ആഴമില്ല. അതുകൊണ്ട് മഴയില്ലാതായാൽ, വേനലായാൽ പുല്ലുണങ്ങിപ്പോവും, അവിടെ മറ്റ് കൃഷികളൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച്, യോർദാൻ അക്കരെയുള്ള സ്ഥലത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഗദരദേശം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഗദരദേശത്ത് നമ്മുടെ കർത്താവ് പോയി അവിടെ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങളുടെ കന്നുകാലികൾ നശിച്ചു പോകുന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഗദരദേശത്ത് കന്നുകാലികളല്ല ഉണ്ടായിരുന്നത്, പന്നികളായിരുന്നു. കന്നുകാലികൾക്ക് വേണ്ടിയാണ് അവർ ആ ദേശം തിരഞ്ഞെടുത്തതെങ്കിലും കന്നുകാലികൾ വഴിയില്ലായിരുന്നു. അവർ പന്നികളെ വളർത്തുന്നതിലേക്ക് തിരിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ മക്കളുടെ സുരക്ഷയാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ മക്കൾ, അവരെ ഇവിടെ പട്ടണത്തിൽ താമസിപ്പിച്ചിട്ട് പോകാം, യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ്, അവരിവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ യുദ്ധം കണ്ടില്ല, അവർ യുദ്ധപ്രാപ്തരായില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആരുടെയെങ്കിലും ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം പ്രവാസത്തിലേക്ക് പോയത് ഇവിടെ ഇരുന്നവരാണ്. ഇവരെയാണ് ആദ്യം ആക്രമിച്ചത്. ഇവർക്ക് സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവില്ലായിരുന്നു. ഗദരദേശത്ത് കർത്താവ് ചെന്നപ്പോൾ അവിടെ കണ്ടത് ഒരു ഭൂതഗ്രസ്തനെയാണ്. ഈ പറഞ്ഞ ആളുകളുടെ മകനാണ്. അവരുടെ തലമുറ ആത്മീയരായില്ല, മാത്രമല്ല പലരും ഭൂതഗ്രസ്തരായി മാറി. അപ്പോൾ അവർ മക്കൾക്ക് വേണ്ടിയാണ് ചിന്തിച്ചതെങ്കിലും മക്കൾ അഭിവൃദ്ധിപ്പെട്ടില്ല. ഇനി വേറൊരു കാര്യം, യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ദേശം കൈവശമാക്കിയ ശേഷം ഈ 2 ഗോത്രങ്ങൾ മടങ്ങി യോർദാനിക്കര വന്നു. അപ്പോൾ അവർ അക്കരെ താമസിക്കുന്ന 10 ഗോത്രങ്ങളുമായി വേർപെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ ഇവിടെ വേറൊരു യാഗപീഠം പണിതു. അതൊരു വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി. ഓൾമോസ്റ്റ് ഒരു ആഭ്യന്തര യുദ്ധം അവിടെ ഉണ്ടായി. അതിൻ്റെയും കാരണം, ഇവർ ദൈവം അവർക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ ഏറ്റവും നല്ല അനുഗ്രഹം വേണ്ടെന്ന് വെച്ചിട്ട് ഇതൊക്കെ മതി എന്ന് വെച്ച് പിന്മാറിയതാണ്. അവർ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ സഹോദരന്മാരോട് ചേർന്ന് നിൽക്കുവാൻ അവർ താല്പര്യം കാണിച്ചില്ല. ഒരു വ്യക്തി പിന്മാറ്റത്തിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണം, അയാൾ തൻ്റെ സഹോദരന്മാരുമായി, എന്ന് വെച്ചാൽ ആത്മീക സഹോദരന്മാരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ വലിയ താല്പര്യമില്ലാത്തയാളായിരിക്കുമെന്നാണ്. പിന്മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുക. വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ അവർക്കുണ്ടാവില്ല. അവർക്ക് മറ്റുള്ളവരുമായി ബന്ധമില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. അവർക്ക് ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും വിശ്വാസികളുമായിട്ട് ബന്ധം ഇല്ലാതെയാകും. അത് അവർക്ക് മാത്രമല്ല, വരുന്ന തലമുറയ്ക്കും ഒരു വലിയ ദോഷമായി തീരും എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.